റെഡ്മി നോട്ട് 13 5G സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. റെഡ്മി നോട്ട് 13 5G സീരീസിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. റെഡ്മി നോട്ട് 13 5G സീരീസിൽ 3 ഫോണുകൾ വന്നേക്കാം. റെഡ്മി നോട്ട് 13 പ്രോ 5G, അതുപോലെ തന്നെ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് 5Gയും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് 5G എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ വരിക, അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേ കാര്യത്തിൽ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് 5Gയിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇവർ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ 13 പ്രോ പ്ലസ് 5Gയിൽ വരുന്നതായിരിക്കും. പിന്നെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 12-bit ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. HDR10 സപ്പോർട്ട് വരും. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതും ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1800 നിറ്റ്സ് ആയിരിക്കും. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ വളരെ ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. സൈസ് വരിക 2.27 mm മാത്രമായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബെസൽസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കുറയുന്നതായിരിക്കും. അപ്പോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 204 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.9 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഴയ ഫോണിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7200 Ultra എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഴയ ഫോണിൽ MediaTek Dimensity 1080 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. പിന്നെ 25,000-27,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR5 റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC ലിക്വിഡ് കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 200 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് സാംസങ് ISOCELL HP3 സെൻസർ ആയിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ 8 മെഗാ പിക്സലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സലെ മാക്രോ ലെൻസും വന്നേക്കാം. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുള്ള റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് എന്ന സ്മാർട്ട് ഫോണിലും ഏകദേശം ഇതുപോലൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാമറ സെറ്റപ്പിൻ്റെ കാര്യത്തിൽ വലിയൊരു അപ്ഗ്രേഡ് വന്നോളണം എന്നില്ല. പക്ഷേ പ്രോസസ്സർ മാറുന്നുണ്ട്. അപ്പം ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആവേണ്ടതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട് 12 പ്രോ പ്ലസ് എന്ന ഫോണിലും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ അപ്ഗ്രേഡ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് വളരെ നല്ലൊരു ചാർജിങ് സ്പീഡാണ്. മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 4 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ ഫോണിൽ വരുന്നതായിരിക്കും. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഈ ഫോണിൽ വന്നേക്കാം. അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ഒരു അപ്ഗ്രേഡ് വരുന്നതായിരിക്കും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോൺ
27,000-28,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണും ചിലപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം വില കൂടാനും ചാൻസ് ഉണ്ട്. ഇനി കൂടിയാൽ ചിലപ്പം ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ച് വരെ എത്തിയേക്കാം. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 27,000 രൂപയുടെയും അതുപോലെ തന്നെ 30,000 രൂപയുടെയും ഇടയിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.